Hello friends, welcome back. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ ചങ്കേസി. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിടാൻ നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 കപ്പ് തൈര്, 2 ടീസ്പൂൺ ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അടുത്തത് ഞാൻ ഇവിടെ പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള നീളനെ അരിഞ്ഞത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം സവാള ഒന്ന് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലോട്ട് 16 കാഷ്യൂസ് ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇനി ഇതൊന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. സവാളയും കാഷ്യൂസും അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് 2 സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ. ചിക്കൻ ഇതാ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇതാ 2 സൈഡൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ചിക്കൻ എല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് 8 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത ഇതിലോട്ട് ഓണിയൻ കാഷ്യൂ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിട്ടതിന് ശേഷം 3-4 മിനിറ്റ് നേരം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓയിൽ സെപ്പറേറ്റ് ആവണ വരെ ഇളക്കി കൊടുക്കണം. ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലോട്ട് 150 ml പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാലൊഴിച്ചതിന് ശേഷം ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 3-4 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം.
മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 3-4 മിനിറ്റ് നേരം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് മൂടി വെക്കണം. എന്നിട്ട് 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. മൂടി തുറന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ചാട്ട് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതിലോട്ട് വറുത്ത് പൊടിച്ച കസൂരി മേത്തി 2 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ചങ്കേസി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായി കാണാം.